അപ്പോൾ ഇന്ന് റിലീസായി 3 ഷോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ റെസ്പോൺസുകൾ നേരിട്ട് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ്. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. എനിക്കിതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നു. ഭാഗമാകണമായിരുന്നു കുറച്ചുകൂടെ എന്ന് തോന്നുന്നു. പക്ഷേ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കയ്യടിയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതെ 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 ഭയങ്കര റെസ്പോൺസാണ്. ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, സ്വീകരണം, അത് ഭയങ്കര പോസിറ്റീവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഇങ്ങനെ ആളുകളുടെ കയ്യടിയും മാസ് മൂവലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എന്നും മമ്മൂട്ടി സാറിൻ്റെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുക, അതിൻ്റെ ആ ഒരു ജോഷ് അല്ലെങ്കിൽ പവർ നമ്മൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പിന്നെ ആൾക്കാർ അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വളരെയധികം സന്തോഷം. എങ്ങനെയുണ്ട് ശരിക്കും പറയാം? കണ്ടിറങ്ങിയ ആളുകളെല്ലാം പറഞ്ഞ അവസാനത്തെ 20 മിനിറ്റ് തിയേറ്ററിൽ കുരുക്കുന്ന ലെവലാണ് ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് സീറ്റിൽ ഇരിക്കാൻ പോലും വരില്ല. ആ ലെവൽ എന്ത് ചെയ്യണം? അല്ല, എല്ലാവരും ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ ഡീനാണെങ്കിലും അതിൻ്റെ മ്യൂസിക് വർക്കാണെങ്കിലും എഡിറ്റ് ആണെങ്കിലും ഭയങ്കര അതുവരെ ആ ലാസ്റ്റുള്ള ഒരു അരമണിക്കൂർ പവർ പാക്ക് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ പടം കാണുന്നത്. അപ്പോൾ നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ മറന്നിരുന്ന് പോവുകയാണല്ലോ. ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണുക. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ മമ്മൂക്കയുടെ കൂടെയുള്ള ഫേസ് ടു ഫേസ് അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചൊരു ഡ്രീമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്താ പറയുക, അഭിനയം വരില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല. പുള്ളി എടുത്ത് നമുക്ക് കയറി തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര പേടിച്ച് തന്നെയാണ് ചെയ്തത്. അതായത് ഇതെന്താ പറയുക, അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഏതൊരു മലയാളിയെ പോലെ തന്നെ എത്രയാ എല്ലാവരും ഇപ്പോൾ എത്ര ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ അല്ലേ, 3 ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. 10-15 ദിവസം ലിറ്ററലി തോളോടത്തോളം ഒരുമിച്ചിരുന്ന് അഭിനയിക്കാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും ഹക്കീമിനോട് അസൂയായിരുന്നു. കാരണം മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത്രയും കൂടുതൽ അധികം നേരം വേണ്ടിയത് ഹക്കീമായിരുന്നു. നമുക്ക് അസൂയായിരുന്നു ഹക്കീമിനോട്. എങ്ങനെയുണ്ടായിരുന്നു? തനിക്ക് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ? നല്ല പറഞ്ഞ അഭിനയം വരില്ല, അവിടെ ഒരു ബ്ലാങ്ക് ആയി പോവുക. ആ ഒരു മൊമെന്റ് സാറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, ഹക്കീം സാറിൻ്റെ കാണുന്ന സമയത്തും ബ്ലാങ്ക് ആയി പോവുക. മൊത്തം എന്താ നടക്കുന്നത്.